നമസ്കാരം. മിന്നും താരത്തിൻ്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ നിരൂപകനും ഒരുപാട് നല്ല നല്ല ഗാനങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ അല്ലേ സാർ എഴുതിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് പഴയ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല, വേറെ ആൾക്കാർക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞ പ്രകാരം നമുക്ക് സിനിമയിൽ നിന്നൊരു സിനിമയുടെ ഒരു എന്താ പറയുക ഒരു അവിഭാജ്യ ഘടകമെന്ന് തന്നെ പറയാം. അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് തിരക്കുകളൊക്കെ ഒഴിവാക്കി വന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിന്നും താരത്തിൻ്റെ ഇന്ന് മനോഹരമായ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയുടെ വിശേഷങ്ങളാണ് നമുക്കിനി അറിയേണ്ടത്. സാർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം സാറിൻ്റെ പല പല തിരക്കുകളിൽ നിന്നൊക്കെ സാറ് മാറി. ഒരുപാട് തിരക്കുകൾ, പണത്തിരക്കുകൾ, സിനിമാ തിരക്കുകളൊക്കെ ഉണ്ടെന്നറിയാം. ഒരുപാട് തിരക്കുകളിൽ നിന്നാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഒരുപാട് സന്തോഷം. സാറിന് ശരിക്കും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബുദ്ധിജീവിയാണെന്നുള്ളത്. ഒരിക്കലും സാറിന് ചേരാത്ത രീതിയിൽ ഒരു പുൽകാനും ഒരു ചേരാത്ത ഉടുപ്പും ചേരാത്തത് അങ്ങനെയല്ല. സാറിനൊരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ പുറത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ വീട്ടിലെല്ലാം പക്കായിട്ട് ചെയ്തിട്ട് വീട്ടിലാണ് നമുക്ക് ഏറ്റവും പ്രധാനം. പിന്നെ വീട്ടിൽ നിന്നല്ല നമ്മൾ തുടങ്ങുന്നത്. വീട്ടിലാണ് നമ്മുടെ അടിസ്ഥാനം. അതെ, അടിസ്ഥാനമായിട്ടുള്ള ഒരു അടിത്തറ എന്ന് പറഞ്ഞ നമ്മുടെ വീടാണ്. അപ്പോൾ അവിടെ വിറക് കയറി ഉച്ചക്ക് ചോറ് തരത്തിലുള്ള ആള്. അങ്ങനെയൊന്നും പറയില്ലേ സാർ. സാർ ഒരു സിനിമാ പ്രവർത്തനല്ലേ സാർ? കുറച്ച് ഇന്റർവ്യൂ ആണത്. വെള്ളക്കോര കുടമേട വെച്ചിരിക്കുക. എന്റെ സാറിവിടെ ക്യാമറ ചാലുവാണ്. ഇപ്പൊ സാർ ഒന്നും പറയില്ല, നമുക്ക് ഇന്റർവ്യൂലേക്ക് പോകാം. തീർച്ചയായും. ഓക്കെ. അപ്പൊ സാറ് എത്ര വയസ്സ് മുതലാണ് സിനിമയോട് സാധാരണ ഒരു ആരാധന മൂത്തുപോയത്? ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ സിനിമയിലേക്ക് ഒരു അഭിനിവേശം എന്തെന്നില്ലാത്തൊരു സിനിമയിലേക്ക് കയറണം, അല്ലെങ്കിൽ ഒരു സിനിമ സൃഷ്ടിക്കണം, അങ്ങനെ ഒരു ഭയങ്കര ഒരു മാനസിക ഒരു വിഭ്രാന്തി എന്നാണ് പറയാം. വിഭ്രാന്തി സാറ് അന്നും ഇന്നും വിഭ്രാന്തി സാർ അങ്ങനെയില്ല. പിന്നെ അതിനേക്കുള്ള താല്പര്യം കൂടുതൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞത് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇങ്ങനെ സിനിമയെ പോലെ മനുഷ്യരുടെ മനസ്സിനെ പിടിച്ച് മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ പറ്റിയ വേറൊരു മാധ്യമമില്ല എന്നുള്ളതാണ്. താളം തെറ്റിച്ചിട്ടുണ്ട് മനുഷ്യരുടെ സാറിന്റെ സിനിമയിലൂടെ. ഞാൻ സാറിനോട് സംശയം ചോദിക്കട്ടെ, സാറ് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണോ ഇങ്ങനെ നിക്കർ കഴുകി ഉണക്കാൻ ഇട്ടേക്കണത്? ഇവിടെ നിക്കർ, അയ്യോ അത് പിന്നെ ബുൾഗാൻ വെച്ചിരിക്കുന്നത്. ബുൾഗാനാണ്? ഓ അങ്ങനെ. ഞാനോർത്ത് നിക്കർ കഴുകി ഉണക്കാൻ സ്റ്റൈലിന് വേണ്ടി. സാറിന് ശരിക്കും പറഞ്ഞാല് സാറിനെ കുറിച്ചുള്ള എല്ലാ മാധ്യമങ്ങളിലും സാറിനെ കുറിച്ചുള്ള വാർത്ത ഞാൻ പലയിടത്തും തിരക്കി. പക്ഷെ എല്ലാരും പറയണത് സാർ എവിടെയും സാറിന്റെ പേര് വെച്ചിട്ടില്ല. പേര് വെക്കാറില്ല. പേര് വെക്കാൻ പേടിയാണ്. മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ശരിക്കും സാറ് ചെയ്തിട്ടുള്ള ഹിറ്റ് സിനിമ ഏതൊക്കെയാണെന്ന് തുറന്ന് പറയാമോ? ശരിക്കും അത് കേട്ടാ ഞെട്ടും. പിന്നെ ഒരുപാടുണ്ട്. ഏതൊക്കെയാണ് സാർ ചെയ്ത പടങ്ങള്? ഫസ്റ്റില് ഞാൻ ചെയ്യാനായിട്ട് ഇരുന്നത് ചെമ്മീനായിരുന്നു. ചെമ്മീനാ? എന്റെ പൊന്നു സാറേ, മലയാളത്തിലെ ക്ലാസിക് സിനിമകളിലെ ഏറ്റവും ഹിറ്റ് സിനിമ ചെമ്മീൻ. രാമുകാരായിട്ട് സാറിന്റെ സിനിമയാണ് ചെമ്മീൻ. അത് സാറ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മള് വിശ്വസിക്കില്ല. അണ്ണനെ കൊടുത്തതാ. അണ്ണനാ? ആരണ്ണൻ? രാമു കാരറ്റ് സാർ. രാമോടനെ കൊടുത്തത്. എന്റെ ആണോ? അപ്പൊ ചെമ്മീൻ സാർ എടുക്കായിരുന്നെങ്കിൽ അങ്ങനെ ആരൊക്കെ ഇരിക്കുന്ന നായകൻ? ഇവരൊക്കെ തന്നെയാണ്? അതാ വേറെ? ഇല്ല, ഈ മധുവിന്റെ സ്ഥാനത്ത് ടി ജി രവി. മധുവിന്റെ സ്ഥാനത്ത് ടി ജി രവി. എന്റെ പൊന്നു സാറേ, മലയാളത്തിലെ ക്ലാസിക് സിനിമയിലെ ഏറ്റവും നല്ലൊരു കാമുകൻ അവതരിപ്പിച്ച മധു സാറിന്റെ സ്ഥാനത്ത് ടി ജി രവി സാറിനെ കാണാൻ പറ്റുമോ നമുക്ക്? അത് തീരെ പോരായ്മയാണ്. അങ്ങനെ അല്ല മധു ചെയ്യേണ്ടിയിരുന്നത്. എങ്ങനെ ചെയ്യണം? കാരണം മധുവിനെ മാറ്റി ടി ജി രവി ആണെങ്കിൽ അവിടെ കളർഫുൾ വർക്ക് നടക്കും. എന്ത് വർക്ക്? ഈ മധു ഷീലയുടെ പുറകെ നടക്കുന്നതായിട്ടല്ലേ? മധു സാറ് ഷീലമ്മയുടെ പുറകെ നടക്കുന്നതായിട്ട്. പക്ഷെ അത് ഈ സിനിമയ്ക്ക് പറ്റിയതല്ല. ഇത് അതെന്താ? ടി ജി രവി ആണെങ്കിൽ നടക്കേണ്ട കാര്യമില്ല. ഒരു ബലാത്സംഗം ഉറപ്പാണ് അതിനകത്ത്. പക്ഷേ ഇത്രയും ആ സിനിമ തുടങ്ങുന്നവരെ തീരുന്നവരെ കാണിച്ചിട്ട് മധു ആ പെണ്ണിന്റെ പുറകെ നടക്കുന്നു, കടലിന്റെ സൈഡിൽ നിന്ന് പാട്ട് പാടുന്നു. പക്ഷെ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സംഭവം. നടന്നിട്ടില്ല. ആ കഥ ആവശ്യപ്പെടുന്നതാണ്. അതില് നായകനും നായകൻ തമ്മിൽ ഒരിക്കലും വിവാഹതരാവരുത്, അവരുടെ ഉള്ളിലെ പ്രണയമാണ്. അതാണ് അവിടെ പരാജയപ്പെട്ടു പോയത്. ആര് പരാജയപ്പെട്ടു പോയത് പറയുന്നത്? മധു പരാജയപ്പെട്ടു. എന്റെ പൊന്നു സാറ് ഇതൊന്നും നല്ല സിനിമാ പ്രവർത്തകർ കേൾക്കരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. മലയാളത്തിലെ ഏറ്റവും നല്ല ക്ലാസിക് സിനിമകളിൽ ഒന്നാണ് ചെമ്മീൻ. അത് പോട്ടെ, ചെമ്മീൻ അല്ലാതെ വേറെ സാർ എടുക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്ന സിനിമ ഏതൊക്കെയാണ്? കൊഞ്ചെടുക്കണമെന്നുണ്ടായിരുന്നു. കൊഞ്ചെടുക്കാനോ? അല്ല, പിന്നെ ചെമ്മീൻ മോഡലിലെ വേറെ സിനിമ. ചെമ്മീൻ മോഡൽ. അപ്പൊ കൊഞ്ച് ശരിക്കും സിനിമ ആയിരുന്നെങ്കിൽ അത് ആരായിരിക്കും നായകനായിട്ട് നമ്മൾ സാറിന്റെ മനസ്സിൽ സങ്കല്പം? കൊഞ്ചിൽ ആരായിരിക്കും? അത് പ്രേം നസീർ. കാരണം നസീർ കൊഞ്ചലോടെ ചെയ്യാമല്ലോ. കൊഞ്ചലോടെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ. അതുപോലെ നസീർ സാറിന് സാർ ഏതോ ലൊക്കേഷനിൽ ചെന്നപ്പോൾ നമ്മുടെ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ ചെന്നപ്പോഴത്തേക്കിന് സാറിന് നസീർ കോട്ടേഷൻ ചെന്നിട്ട് സാർ എന്തോ ഒരു കാര്യം നസീർ സാറിന് പറഞ്ഞു കൊടുത്തെന്നോ, നസീർ സാർ അത് കേട്ടിട്ട് അതേപടി എന്തോ സിനിമയിൽ ഏതോ ഒരു ആക്ഷൻ എന്തോ
എന്താ ആക്ഷൻ അല്ല നസീറിന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുമ്പേ ഞാൻ അവനെ ഇടപെടാതെ വെച്ചിരുന്നത് ആരാ നസീറിന്. അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഇവിടെ നസീർ സാർ എന്ന് തന്നെ പറയണം. ശരി പറയാം, അത് നസീർ സാർ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പാതിനെ വെച്ച് ഇവന്റെ കുഴപ്പമെന്ന് പറഞ്ഞു ഇവിടെ നസീർ സാർ എന്ന് തന്നെ പറഞ്ഞു. ഒരുപാട് പ്രേക്ഷകർ കാണുന്നതാണ്, നമുക്ക് അതിന്റെ പുറകിൽ പോകാൻ പറ്റില്ല. നസീർ സാർ എന്ന് തന്നെ പറയണം. അപ്പൊ നസീർ സാറ് ഞങ്ങളെ അറിയത്തില്ലാത്തോണ്ട് അത് വേണ്ട, നസീർ സാർ എന്ന് പറയണം. നസീർ സാർ ഈ കക്ഷിക്ക് എന്ന് പറഞ്ഞാൽ ഈ ലേഡീസിന് ഇടിച്ചിരി തോണ്ടൽ പിടിക്കലൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു നിർത്തിക്കളയെന്ന് പറയും. ഇവൻ നിർത്തിയാലും പെണ്ണുങ്ങൾ സമ്മതിക്കില്ല, അവർക്കിട്ട് തട്ടണം. അങ്ങനെയൊക്കെ എത്ര പിള്ളേരുടെ ചന്തിക്ക് തട്ടിട്ടുണ്ടെന്ന് അറിയാവാ? ഡാൻസിന് അടക്കം അല്ലാതെ തട്ടിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഒരു കഥാപാത്രത്തിന്റെ സ്റ്റൈലല്ലേ സാർ, അത് അങ്ങനെ സാറ് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ല പോയെന്ന് പറയും. സാർ എന്താണ് സാറിന്റെ പേര് വെക്കാത്തത് ഒരു സ്ഥലത്തും? സാറിന്റെ പേരോ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും വെക്കാത്ത കാര്യം എന്താ? ഇപ്പൊ നമ്മുടെ ഈ പരിപാടി വെച്ചില്ലേ, ഇപ്പൊ നമ്മള് പരിപാടി വെച്ചില്ലേ ഇന്റർവ്യൂ, അതിനകത്ത് പേര് ഞാൻ തിരിച്ചാ പറഞ്ഞിരിക്കണം. ഇനി ഈ പേര് കേട്ടിട്ട് വീട്ടിൽ ഒന്നും തലട്ടല്ലെന്ന് ഓർത്തിട്ടാണ് ഞാൻ പൊതുവെ അങ്ങനെ പേര് കൊടുക്കാത്തത്. പേര് കൊടുക്കാത്ത മനഃപൂർവ്വമാണല്ലോ. നമ്മളുള്ള കാര്യം വിളിച്ചു പറയുന്നു. അവൻ എപ്പോഴും ഭ്രാന്തനായിരിക്കും. അതല്ലെങ്കിലും സാറ് ഭ്രാന്തനാണ്. അതല്ലെങ്കിലും സാറ് മുഴുവൻ ഭ്രാന്തനാണ് സാറ്. അതാ സാറിന്റെ ഒരു ലുക്കില്ല കാര്യം കണ്ടിട്ട്. അങ്ങനെയല്ല, സത്യം വിളിച്ച് പറയുന്നവന് എപ്പോഴും മണ്ടനും മൂടനും നമ്മള് കറക്റ്റ് സംഭവം അവള് പറയണത് ജനങ്ങളിലേക്ക്. കാരണം ഒരു തെറ്റായിട്ട് ഇപ്പൊ അവിടെ ഒരു കുഴിയുണ്ട്, നിങ്ങൾ പോയി ചാടി ചാകാൻ പറയില്ല, അവിടെ കുഴിയുണ്ട് ശ്രദ്ധിച്ച് പോകണമെന്നേ ഞാൻ പറയാറുള്ളൂ. അതാണ് നമ്മുടെ ഒരു. അപ്പൊ സാറ് ഭ്രാന്തനാകും. അപ്പൊ നമുക്ക് ഭ്രാന്തനാകും. അത് കൃത്യമായിട്ട് കാണുന്ന പ്രേക്ഷകർക്കും തന്നെ അറിയാം. പുള്ളി ഒരു മൂടനും ഭ്രാന്തനുമായിട്ടൊരു വ്യക്തിയായിരുന്നു നമ്മളിവിടെ വന്നേക്കണം. ലേബലേശം വിവരമില്ല. അല്ല അങ്ങനെയല്ല, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ സാറിന്റെ ഒരു സിനിമാ നിരൂപണത്തില് മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ഏത് വിഷയത്തിലാണ് മലയാള സിനിമയെ ഉറച്ചു നിൽക്കേണ്ടത്? മലയാള സിനിമ പോയില്ലേ? മലയാള സിനിമ എവിടെ പോയി? മലയാള സിനിമ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം. മലയാള സിനിമ തകിടം പറഞ്ഞു. ഞങ്ങളുടെ പ്രൊഡ്യൂസറെ ഒക്കെ എടുത്ത് പുള്ളി പടഞ്ഞായിരിക്കണ ആളാ. വെറുതെ ഞാൻ കണ്ട് ജീവിച്ച് അനുഭവിച്ചിട്ടുള്ള അത്രോ സിനിമ താങ്കൾ ഇല്ല. എന്റെ ചെറിയ അനുഭവം സംബന്ധിച്ച് ഞാൻ അത്ര സിനിമകൾ കണ്ടിട്ടില്ല. പണ്ടത്തെ സിനിമ ഇവിടെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സിനിമ അരച്ചു കലക്കി പഠിച്ച ആളാണ് എന്റെ പ്രൊഡ്യൂസർ. പുള്ളി ശരിക്കും സിനിമ ബന്ധങ്ങളുള്ള ആളാണ്. കറക്റ്റ് കാര്യം പറഞ്ഞില്ല. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞാൻ സംസാരിക്കാൻ സാറിനെ വെട്ടും. അല്ല, ഞാൻ പുള്ളിയായിട്ട് സംസാരിക്കാൻ ഞങ്ങളുടെ പ്രൊഡ്യൂസറുമായിട്ട്. കാരണം പഴയ സിനിമ അല്ല, ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജെയിംസ് സാറുമായിട്ട് സാറ് സംസാരിക്കുന്നു. തീർച്ചയായും സാറിന് ശരിക്കും സാറ് നേരത്തെ പറഞ്ഞില്ല ഭ്രാന്തനാണെന്ന്. ഒരു അടിയും കൂടെ കൂടുതൽ വിളി തലമുണ്ടക്കിട്ട് വെച്ചിരുന്നു സാറിന്റെ ഭ്രാന്ത് കൂട്ടുമെന്നുള്ളതല്ലാണ്ട് സാറിന്റെ സംഭവം അവിടെ വില പോകില്ല. അപ്പോൾ ഞാൻ സത്യം പറയുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കുന്നില്ല. സാറ് സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരാൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഞാൻ പറഞ്ഞുതരാം. പണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കും എന്താണ് ഇനി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇനി നമുക്ക് അടുത്ത് എന്താണ്. പിന്നെ ഒരുമാതിരി വെപ്രാളവും ആദ്യമാണ്. കാരണം ആ സീൻ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്തെന്നില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകും. ഇപ്പോഴത്തെ സിനിമ ലോകം ഇപ്പൊ ആ സിനിമ നമുക്കറിയാം. ഇപ്പൊ മഴയാൻ പോണത് മറ്റൊന്നിനെ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ ഇവൻ അവനെ ചവിട്ടും എന്നുള്ളതാണ്. പക്ഷെ പണ്ടത്തെ സിനിമ എന്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ കിന്നാരത്തമ്മയും കാതിരയൊക്കെ നോക്കി അല്ല പിന്നെ മൊത്തം തെറ്റിപ്പോയി. എന്റെ പൊന്നു സിനിമകളെ കുറിച്ച് പറഞ്ഞിട്ട് മിന്നാരത്തമ്മ കയറി മിന്നാരം അതിനകത്തൊക്കെ നമ്മൾ മോഹൻലാൽ വരുന്നത് അല്ലെങ്കിൽ ജഗതി വരുന്നത് നമ്മൾ അടുത്ത് എന്തായിരിക്കും എന്നുള്ളൊരു ഉത്കണ്ഠയും അത് കറക്റ്റ് കാര്യം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് വൈകാരികമായിട്ട് അങ്ങോട്ട് കയറി പോരുത്. അത് സാറാണല്ലോ വികാരപരമായിട്ടുള്ള സിനിമകളെ കുറിച്ച് പറഞ്ഞു. ഞാനെന്തിനാ അങ്ങോട്ട് കയറി പോകുന്നത്? അതിനോട് ഇച്ചിരി താല്പര്യമുണ്ട്. കാരണം ചിലർക്ക് സ്റ്റണ്ട് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കോമഡി ആയിരിക്കും ഇഷ്ടം, അല്ലേ? ചിലർക്ക് പിന്നെ ഈ സെന്റിമെന്റ്സ് സീനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പിന്നെ സെക്സിനോട് താല്പര്യമുണ്ട്, അപൂർവം പേർക്ക് സെക്സിനായിട്ട് താല്പര്യമുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്ന ഒരു വ്യക്തി. അതിനൊരു സാറ് പറഞ്ഞൊരു ചെറിയ തിരുത്തലുണ്ട്. അപൂർവം ആൾക്കാർക്ക് സെക്സിനോടും അങ്ങനെയുള്ള സിനിമയോടും താല്പര്യം ഉണ്ടാവും. സാറിന് അതിനോട് മാത്രമേ താല്പര്യമുള്ളൂ. അതാണ് സാറിന്റെ ഒരു കുഴപ്പം. സാറിന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെയില്ല. അതായത് നമുക്കെന്ന് പറഞ്ഞാൽ ഈ സിനിമ പണ്ടത്തെ ഒരുപാട് മാറിപ്പോയി. ഇപ്പോഴും പിന്നെ ഒന്നെങ്കിൽ കൊട്ടേഷൻ സിനിമ, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്നു, അല്ലെങ്കിൽ വേറെ. ഇതിപ്പോ സാറ് വലിക്കാത്ത പോലെയല്ല സാറ് പറഞ്ഞത്. ഞാൻ കണ്ടല്ലേ സാറ് ഷൂട്ടിങ്ങിന് തൊട്ട് മുമ്പ് അവിടെ പുറകിൽ പറമ്പിലിരുന്ന് കത്തിച്ച് വലിച്ച് അവിടെ പുക പിടിച്ച കാടും കത്തിപ്പോയത്. നീ എന്തിനൊക്കെ അതൊക്കെ നോക്കാൻ പറ്റുന്നത്? പിന്നെ അത് സാറിനെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ കണ്ടു. സാറിനെ ഞാങ്കന്ദ്രൻ സിനിമയിൽ നിതീഷ് ഭരദ്വാജ് എന്നെ പോലെ ചുറ്റും പോകാം. ഞാൻ നോക്കിയപ്പോൾ സാറിന്റെ രണ്ട് ചുണ്ടിലിടയിലും ബീഡിയും വെച്ചിട്ടാണ് സാറ് കിടന്നത്. അല്ല, അവിടെ എന്റെ ഒരു സാധനം പോയിട്ട് ഞാനത് കത്തിച്ച് നോക്കിയതായിരുന്നു. ആ സാധനം എന്താന്നുള്ള അവിടെ പോലീസുകാർ ഇപ്പോൾ വരും. പ്രൊഡ്യൂസർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കഞ്ചാവിനെ സാറിന് കേസിലകത്താക്കും. അത് പോട്ടെ. ഇപ്പോഴത്തെ സിനിമയുടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കൊട്ടേഷൻ, അല്ലെങ്കിൽ കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യം, റാക്കറ്റ്, അങ്ങനെയുള്ള അവിടെ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി. നമ്മള് ജനങ്ങളെല്ലാം കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ കാണുമ്പോ. അങ്ങനെയുള്ളത് മാറ്റിയിട്ട് നല്ല പിന്നെ കുടുംബപരമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന സെക്സുപരമായിട്ടുള്ള എന്തെങ്കിലും കൂടെ ആഡ് ചെയ്തു
അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമാ പ്രതിസന്ധി മാറുകയും ചെയ്യും, ജനങ്ങൾ തിയേറ്ററിൽ ഇരച്ചു കയറുകയും ചെയ്യും. സെക്സ് പരമായ കാര്യങ്ങൾ എന്തിനാ ആഡ് ചെയ്യണം? കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റിയത് വേറെയുള്ള പടങ്ങളല്ലേ? അല്ല, കണ്ടിന്യൂ വേണ്ട, ഇടയ്ക്കെങ്കിലും ആഡ് ചെയ്ത് വിടാൻ പറ്റത്ത് ഒരു സംവിധാനമാണ്. അതൊന്നും സാറാ പറഞ്ഞത് ശരിയല്ല. അതാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇടക്കാലം കൊണ്ട് വിട്ടു മാറി ഇതും ചെയ്തത്. സാറ് വിട്ടു പോകുന്നായിരുന്നല്ലേ? വേറെ പണിക്ക് പോയാ? വേറെ പണിയുണ്ടായിരുന്നു. എന്തായിരുന്നു പണി? വേറെ അങ്ങനെ ഇന്ന പണിയൊന്നും ഇല്ല, മൈക്കാട് പണി, തട്ടടി, അങ്ങനെയുള്ള കേസ് കിട്ടൊക്കെ പോകുമായിരുന്നു. രക്ഷപ്പെട്ടില്ല സാർ. രക്ഷപ്പെടുത്താഞ്ഞതല്ലേ അവര് ഒരു ടീമായിട്ട് സാറിനെ ആക്രമിച്ചു. പിന്നെ കൂട്ടം കൂടി ആക്രമിച്ചു. സാറ് എഴുതുമായിരുന്നു, നല്ലോണം എഴുതും. സാറിനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു ഞാൻ. ഏത് പടത്തില്ല? 3-4 പടം ചെയ്താണ്, പക്ഷെ എല്ലാത്തിലും അക്ഷരത്തെറ്റുണ്ടെന്ന് പറഞ്ഞാണ് അവര്. പിന്നെ ഞാനൊരു കഥ എഴുതി കൊണ്ടുചെന്ന്, ആ കൊണ്ടുചെന്നെന്ന് പറഞ്ഞാ ഭദ്രന്റെയിലായിരുന്നു കൊണ്ട് കൊടുത്തത്. ഭദ്രമായിട്ട് കൊണ്ട് കൊടുത്തത്? ഭദ്രമായിട്ടല്ല, ഭദ്രൻ സംവിധായകനുണ്ട്. ഭദ്രന്റെ കൊടുത്ത് ഞാൻ പറഞ്ഞു, ഭദ്രൻ ഇന്നലെ കേസ് കേട്ടുണ്ട്, നമുക്കത് എങ്ങനെയല്ലോ ആ ഒരു സബ്ജക്റ്റ് ഒന്ന് എടുത്ത് പെരുമാറി നമുക്കത് ചെയ്യണം. അപ്പൊ എന്നോട് വിളിച്ചപ്പോൾ ചെയ്യാൻ ദാസാ, നമുക്ക് ചെയ്യാൻ ദാസാ, എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അവൻ എന്നെ ഒന്ന് കാണാം, ഞാൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഇങ്ങനെ എൻ്റെ കേസ് കിട്ടി. ഞാൻ പറഞ്ഞു ഇത് അങ്ങോട്ട് എറിഞ്ഞു മടിയിലിട്ട് കൊടുത്തു. എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക, അവരെ ചായ കുടിച്ചങ്ങനെ ഞാനിത് അങ്ങോട്ട് എടുത്ത് ഫയലെടുത്ത് അങ്ങോട്ട് കൊടുത്തു. സിനിമയുടെ കഥ എടുത്തു. ഇവൻ കാലുമ്പോൾ കാലം കയറി വെച്ചാൽ തുപ്പൽ തൊടുക മറിക്കുക, തുപ്പൽ തൊടുക മറിക്കുക, തുപ്പൽ തൊടുക മറിക്കുക, തുപ്പൽ തൊടുക മറിക്കുക, താള് മറിക്കണ്ടേ? അങ്ങനെ ഇവ മുഴുക്കം നോക്കി പറഞ്ഞ് ഈ പിന്നെ ചാർത്ത് ലോകത്ത് ചെറിയ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞു കഥയിൽ. നമ്മൾ ചാർത്ത് കൊടുത്തല്ല അവന്റെ, നമ്മുടെ സിനിമയുടെ സ്ക്രിപ്റ്റ്. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞ് ഇവൻ അതിനകത്ത് 1-2 ചോദിച്ചും പറഞ്ഞ് ഇത് മാറ്റി സീൻ മാറ്റി പിന്നെ അവസാനം അവനൊരു പുതിയ കഥ ഉണ്ടാക്കി അതിനകത്ത് എടുത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണല്ലോ നല്ല സിനിമക്കാരനായിട്ട് വരിക. പിന്നെ പ്രേക്ഷകർക്ക് അറിയാം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള സാറ് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് താരങ്ങൾ. സുരേഷ്, വേണു, അല്ല സുരേഷ് ഗോപി, അല്ലല്ല സുരേഷ് ഗോപിനെ ഞാൻ കൊണ്ടുവന്നു. നമ്മുടെ വേണു ഇല്ലേ? വേണുചേട്ടൻ, നമ്മുടെ വേണുചേട്ടൻ പാട്ട് പാടാൻ പോണ നെടുമുടി വേണു സാർ. പിന്നെ വേണുവിനൊക്കെ ഞാനല്ലേ കൊണ്ടുവരുന്നത്. എവിടെ കൊണ്ടുവരുന്നത്? ഈ പടത്തിലേക്ക് അഭിനയിക്കാനായിട്ട്. ഇവരെയൊക്കെ നമ്മളാണ് സിനിമാ ലോകത്തിലേക്ക് തള്ളി വിട്ടത്. ഇപ്പൊ കണ്ട ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലായിരിക്കും, കാരണം ഞാൻ മുൾക്കാനൊക്കെ വെച്ച് കാരണം അറിയത്തില്ലായിരിക്കും. ദാസൻ തീർത്ത് വിളിക്കല, ദാ എന്ന് വിളിക്കുള്ളൂ തന്നെ. അല്ലല്ല, ദാസിന്റെ ദായം മാത്രം വിളിക്കുന്നത്. അതെന്താ പിന്നെ സാറെന്താ പിന്നെ അവര് മൈൻഡ് സാറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതൊരു? അവരൊക്കെ രക്ഷപ്പെട്ടു പോയില്ലേ? അവര് രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അവരൊരു ഞാൻ ഇത്രയും പടം അല്ലെങ്കിൽ ഇത്രയും കവിതകള്, ഇത്രയും പിന്നെ ഗാനങ്ങള്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്ത് അവർക്കൊരു ഈഗോ ഉണ്ടാ. ഒരു ഈഗോ അടിക്കും അല്ലേ? കാരണം അറിവിന്റെ നിറക്കുടമായി പോയില്ലേ? ആ കുട ആൾക്കാർ തല്ലി പൊട്ടിക്കാണ്ടിരുന്നാ മതി. ഇപ്പൊ ഇങ്ങനെ അറിവിന്റെ നിറകുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വിഷയം. സാറിനൊരു കാര്യം, സാറ് പാട്ട് എഴുതും, ഒരുപാട് ഗാനങ്ങൾ സാറ് രചിക്കും സംഭവമുണ്ട്. സാറൊരു പുതിയ പാട്ട്, ഇപ്പൊ ഞാൻ സിറ്റുവേഷൻ ഞാൻ സാറിന് പുതിയ പാട്ട് എഴുതാൻ പറ്റും. തീർച്ചയായും. തുമ്പിയും തുളസിയും എന്നൊരു പാട്ട് എഴുതിക്കും. തുമ്പിയും തുളസിയും കുടമുല്ലപ്പൂ. എന്റെ സാറ് അത് മേഘ സിനിമയില് ഓൾറെഡി ഉള്ള പാട്ടാണല്ലേ? സാറ് പുതിയൊരു സംഭവം ഇവിടെ രചിക്കണം. ഞാനത് പെട്ടെന്ന് ഞാൻ വൈകാരികമായിട്ടുള്ള ഒരു വൈകാരികല്ല, സാറിപ്പോ ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ചൊരു പാട്ട് ഇറക്കണം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ സാറ് ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യും, ഞാൻ സാറിനൊരു ഒരു വിഷയം തരാം, സാർ അതിനെ കുറിച്ചൊരു പാട്ട് സാറ് പാടണം. തീർച്ചയായും. നിമിഷ കവിയാണെന്ന് പറഞ്ഞല്ല? അതെ. ഓക്കെ, മേട പൊന്നണി സാറൊരു പാട്ട് പഠിക്കും. മേട പൊന്നണിയും ആ ടൈപ്പ് പോലെ. അത് കുറച്ചുകൂടെ സ്പീഡ് ആയിക്കട്ടെ, ഇച്ചിരി സ്പീഡ് കൂട്ടിക്കോ, ടെമ്പോ കൂട്ടിക്കോ. മേട പൊന്നണിയും കൊന്ന പൂക്കണിയായി പീരിക്കാവുകളിൽ താലപ്പൂപ്പൊലി. ഇത് വേറെ പടത്തിലെ പാടില്ല, സാറ് സ്വന്തമായിട്ട്. അതൊക്കെ ആൾക്കാർ മറന്നിട്ടുണ്ടാവേ. എന്ത്? അതിന്റെ പിച്ച് മാറ്റിയാ മതി. എന്നാ വേറൊരു വിഷയം തരാം. മഴയെ കുറിച്ച് ഒരു പാട്ട് സാർ എഴുതിക്കും. മഴ ഇത് പാടിയിട്ടുള്ളതാണല്ലോ, കേട്ടിട്ടുള്ളതാണെന്ന് പറയരുത്. കേട്ടിട്ടുള്ളതാണെന്ന് പറയാം. പുതിയ പാട്ട് ഞങ്ങൾ ആരും കേൾക്കാത്തൊരു പുതിയ, തമാശയല്ല, ഞങ്ങൾ ആരും കേൾക്കാത്തൊരു പുതിയ പാട്ട് സാർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. സാർ എന്തായാലും സിനിമാക്കാരനാണല്ലോ. അതെ. മഴയെ കുറിച്ചൊരു പാട്ട് ക്രിയേറ്റ് ചെയ്തു. ചെയ്യാത്തതാണ് അത്. പിടിച്ചോ. മഴ മഴ കുട കുട മഴ വന്നാൽ പോപ്പിക്കൂട. അത് പാട്ടാക്കിയിട്ടില്ല അവരിത് പരസ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളിത് പാട്ടാക്കും. ഇത് പാട്ടാക്കണ്ട, ഇത് കാണുന്ന ആൾക്കാർ നാട് മുഴുവൻ പാട്ടായിക്കോളൂ. സാറിനെ ഭിത്തിച്ചതൊക്കെ പോരി. ഇതൊന്നും അല്ല, അതൊക്കെ പോട്ടെ. സാറ് സിനിമയെ കൊണ്ടുവന്നല്ലേ? സുരേഷ് ഗോപി സാറിനെയൊക്കെ സിനിമയെ കൊണ്ടുവന്നല്ല? സുരേഷ് എന്നാണ് വിളിക്കുന്നത്. സുരേഷ് എന്നാണ്, പക്ഷെ ഞങ്ങൾ സുരേഷ് ഗോപി സാറിനെ വിളിക്കുള്ളൂ. അപ്പൊ സാറിനെ സിനിമയെ കൊണ്ടുവന്നപ്പോൾ എങ്ങനെയായിരുന്നു? സാറിന് ആദ്യം കണ്ടതൊക്കെ ആ രസകരമായ ഒരു അനുഭവം എവിടെ വെച്ച് അറിയാതെ പുള്ളി സൈറ്റിൽ നിൽക്കുമ്പോഴാണോ, പുള്ളിന് സാറ് വേറെ തിരക്കഥ എഴുതുമ്പോഴാണോ, സുരേഷ് ഗോപി സാർ എങ്ങനെയാണ് സാറിനോട് വന്നൊരു അവസരം ചോദിച്ചത്? അത് ഞാനും
പത്മയും കൂടെ ഇരിക്കുന്ന സമയത്ത് പത്മ എന്ന് പറഞ്ഞാൽ തിയേറ്ററിന്റെ പേരല്ലേ? പത്മനായൻ. ആര്? പത്മനായൻ. പത്മനായൻ സാറിനെ കുറിച്ചൊന്നും ഇങ്ങനെ പറയല്ല. ഞാൻ പപ്പൂന്നാ വിളിക്കുന്നത് ആദ്യത്തിൽ. അങ്ങനെയാണ് പപ്പു വന്നു കഴിഞ്ഞപ്പോ ഈ പേര് അവനിട്ട് കൊടുത്തത്. പിന്നെ കുതിരവട്ടം പപ്പു. ഓ അങ്ങനെ. ഈ പപ്പന്റെ പേരെ പപ്പ പപ്പ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ പപ്പു വന്നായി. അന്നേരമാണ് ഇങ്ങനെ പപ്പു അവസരം ചോദിച്ചു വരുന്നത്. അങ്ങനെ പപ്പു പിന്നെ പപ്പു സാർ ചോദിച്ചു വരുന്നത്. പപ്പു എന്നല്ല സത്യത്തിന്റെ പേര്, കുതിരവട്ടം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പപ്പു എന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്തിനി ഉള്ള കാര്യം പറയുന്നവൻ എപ്പോഴും ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പപ്പന് ഞാൻ ഇവിടെ പറഞ്ഞ നമ്മുടെ കസ്റ്റഡിയിൽ പയ്യനുണ്ട്. അപ്പൊ ആള് ഈ മിണ്ടി പറഞ്ഞ തോക്കെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇവര്. അത് പണ്ട് പോലെ ഉള്ളതാ. പെട്ടെന്ന് ദേഷ്യം. ഇവര് പണ്ട് പിന്നെ സുരേഷിന്റെ അച്ഛനോ എൻ്റെ ഇവന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ഒരാളാണ്. ഇവന് തോക്ക് വേണമെന്ന് പറഞ്ഞ് വെള്ളം ചീറ്റാണ് തോക്കുണ്ട്. കുഞ്ഞിലെ ആ തോക്ക് കൊണ്ട് കളിച്ചാണ് അവൻ കമ്പ്യൂട്ടർ കളിച്ചത്. പിന്നെ വീക്ക്നെസ് ആയിരുന്നു. പരിചയപ്പെടുത്തി നമ്മളെ ചെറുക്കനാണ്. നമ്മളവന് എന്തെങ്കിലും ഒരു കൊടുക്കും. പക്ഷെ അവന് തോക്ക് കൊടുക്കണമെന്ന് ഞാനാണ് ആദ്യം പറയണത്. അഭിനയിക്കണമെന്ന് ഒരു തോക്ക് കൊടുത്തത്. അങ്ങനെയാണ് സുരേഷ് ആയത്. പിന്നെ പുള്ളകളിയല്ല. ഇതൊന്നും ശരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുന്ന നഗ്നമായ സത്യങ്ങൾ. പിന്നെ ഇതിനെ പറഞ്ഞു ഈ നഗ്നമായിട്ടുള്ള എന്തെങ്കിലും സിനിമയൊക്കെ താടിക്കണമെന്നാണ് ഞാൻ നേരത്തെ പോലും പറഞ്ഞു വന്നത്. ഇപ്പൊ താങ്കളും പറഞ്ഞതല്ലേ. ഞാൻ ഏപ്പറത്തിന്റെ കാര്യമൊന്നും അല്ല പറയണം. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ സാറ് സംസാരിക്കണം. അപ്പൊ ഈ സുരേഷ് ഗോപി സാറ് പോലും ഇങ്ങനെയൊക്കെ വന്നെന്നുള്ളത് സാറിനെ ശരിക്കും ഞങ്ങൾ തിരിച്ചറിയാൻ, മലയാള സിനിമ തിരിച്ചറിയാൻ വൈകി സാറിനാണ് കേട്ടാ. വേണുവിന് ഈ പറഞ്ഞ പോലെ തന്നെ നെടുപടി വേണു സാർ. ഞാൻ അവന് കൊടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞത് സാറെന്നല്ലേ വിളിക്കണം. ഞാനിവിടെ വാടാ ഇതിലിരിക്കണ പാടി. നിങ്ങൾ ചാനലുകാർ പറയുന്ന പോലെയല്ലേ ഞാനും പുള്ളിയൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പുള്ളിയുടെ നല്ല ഇതാണ്. പുള്ളി ഞാൻ എപ്പോഴും പറയും അവനൊരു പാവത്താനാണ്. അതായത് എടുത്തിയാട്ടം മുൻകൂവും അല്ലെങ്കിൽ പോടാ അടി അങ്ങനെ ഒരു അവൻ പണ്ട് പോലെ കുഞ്ഞിനെ പോലുള്ള അവൻ്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം തന്നെ അവന് സിനിമാക്കത്ത് ഞാൻ കൊടുത്തു. പത്മടക്ക് ഞാൻ പറഞ്ഞു അവന് ഇത് കൊടുത്താവെന്ന് പറഞ്ഞു വേണുവിന്. എപ്പോഴും അവന് വയ്യ വേല മടുത്തു അത് തന്നെ അവൻ ഇപ്പോഴും കൊണ്ടുപോകണം. ചേഞ്ച് ഇല്ല. കാരണം അവൻ കുഞ്ഞിനെ പോലെ നമ്മൾ കാണുന്ന സാധനമാണ്. സിനിമയ്ക്ക് ആ ലോകത്തിനൊക്കെ നമ്മൾ പിന്നെ ധർമ്മിഷനായ മഹാബലി ചക്രവർത്തി പറഞ്ഞ പോലെ മഹാബലി ചക്രവർത്തി പറഞ്ഞ പോലെ അവന് അത് നടക്കുള്ളൂ. അവൻ അത് കൊടുത്ത് പിന്നെ വേണു ഇപ്പൊ കടയിൽ ഇങ്ങനെ പോകുള്ളൂ. തലക്ക് മേലെ കൈ തരത്തില്ല. അവന് ഉൾഭയമുണ്ട്, ഉൾഭയ ബഹുമാനമുണ്ട് സാറിനോട്. ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ ഇത്രയും താരങ്ങളെ സാർ ഇങ്ങനെ പഴയ നല്ല നടന്മാർ ഒരുപാട് ഇപ്പോഴത്തെ തലമുറയുടെ നടന്മാരെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? മോശമായിട്ടൊന്നും പറയരുത്, മോശമൊന്നും പറയാനില്ല. അവരവരുടെ കഴിവുള്ളവരാണ് ഇപ്പോഴത്തെ താരങ്ങൾ. അതെ അതെ. അപ്പൊ സാർ ഇപ്പോഴത്തെ പഴയ സാറ് കൊണ്ടുവന്ന താരങ്ങളെയും ഇപ്പോഴെല്ലാം മസിൽ പിള്ളേരല്ലേ. പിന്നെ നമ്മുടെ സുകുമാരൻ ചേട്ടൻ മൃത്യു സാർ എന്താ ആരാ പറയണത്? മല്ലിക സുകുമാരൻ അറിയുവാ? അത് മല്ലിക സുകുമാരൻ എന്ന് പറഞ്ഞാൽ സുകുമാരൻ സാറിന്റെ വൈഫ് മല്ലിക സുകുമാരൻ. ഇവന്റെ ഇളയമാനുണ്ട് അറിയാവാ? മൃത്യു അത് പൃഥ്വിരാജ്. ഞാനവനെ വിളിക്കും മൃത്യു വിളിക്കുന്നത്. എന്റെ പൊന്നു സാറേ, കാരണം അവന് ലാളനെയാണ്. അവന് ലാളിക്കണേ. മസിൽ എന്താ പുള്ളിയുടെ പ്രശ്നം? അവൻ മസിൽമാനല്ലേ. മമ്മൂക്കായിട്ടൊക്കെ മറ്റേ എന്നാണ് പോക്കിരി രാജ. പടത്തിന്റെ പേര് തന്നെ പോയല്ല. പിന്നെ പോക്കിരി അങ്ങനെയൊക്കെയാണ് ഒരു പടത്തിന്റെ പേരിടുന്നത്. ആ സിനിമക്കകത്ത് മൊത്തം അടിയും കുത്തും വടിവാള് മഞ്ചട്ടിപ്പൊടി ഇത് പിന്നെ മമ്മൂട്ടി കൊടുക്കുക, മുണ്ട് കയറ്റി കൊടുക്കുക. അതിനകത്തൊരു എന്തെങ്കിലും ലളിതമായിട്ടുള്ള ഒരു നഗ്നമായ സീനോ അല്ലെങ്കിൽ ഒരു ബലാത്സംഗമോ ഒന്നും അടിയാമായിരുന്നു. എന്റെ സാറേ, ഈ ബലാത്സംഗമൊക്കെ വിട്. ആ സിനിമ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത്. അല്ലാതെ ഒരിക്കലും മമ്മൂക്കയുടെ ഫാൻസിനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അടിച്ചു പൊളിച്ച് ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അവർ. അന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റുന്ന ഉമ്മറിന്റെ ഒക്കെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടി പറഞ്ഞ ബലാത്സംഗമാണ്. ആ ട്രെൻഡ് കൊണ്ടുവരണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ബലാത്സംഗമാണ്. കാരണം നമുക്ക് കണ്ടിരിക്കാനും ഒരു താല്പര്യം ഉണ്ടാവും. ഇതിപ്പോ എന്താണ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് ബലാത്സംഗം കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ആ സീനില് പണ്ട് ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞായിരുന്നു, ആ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയല്ല, ലൈവില് ഈ സാധനം വരണം. എങ്കിലേ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഏറ്റെടുക്കുന്നില്ല. ഇതൊക്കെ ആഭാസത്തിലോട് മലയാള സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, അതിന്റെ ഒരു ചരിത്രമുണ്ട്, അതിന്റെ ഒരു ചട്ടക്കൂടും ഒരു സന്തോഷമൊക്കെ. ആ ചട്ടക്കൂട് പൊളിക്കാനാണ് ഞാൻ നോക്കി, പക്ഷെ നടന്നില്ല. ചട്ടക്കൂട് പൊളിക്കാൻ നോക്കി. പൊളിക്കാൻ നോക്കി നീ പറഞ്ഞാൽ സിനിമക്കകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് വരിക. സാറിന് അത് പൊളിച്ച് അവര് വിട്ടു. അവസാനം നമ്മളെ പൊളിച്ച് അവര് വിട്ടു. അപ്പൊ സാർ ഇപ്പൊ ഈ പുതിയതായിട്ടൊരു പടം സാറെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അതിലിപ്പോ ശരിക്കും പരസ്യം കണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പുതുമുഖങ്ങൾ അവസരമുണ്ട്, ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും. നല്ലൊരു ഗംഭീര. അല്ല, ഞാൻ പഴയ ആൾക്കാരെ വെച്ച് തന്നെ ജയിക്കാൻ
പുതിയ ആൾക്കാരെ വേണ്ട, വല്ല അടിയും കൂത്തും വിട്ടത് ഈ വേണുവിനെ തന്നെ നമ്മൾ കൊണ്ടുവരും. അത് വിളിച്ചാൽ വിളിപ്പുറത്ത്. പിന്നെ പഴശ്ശിരാജ രണ്ടാമത് വേണുവിനെ കൊണ്ടാ ജയിക്കണത്. പഴശ്ശിരാജ വേണുവിനെ കൊണ്ടാ ജയിക്കാൻ പോണത്. പഴശ്ശിരാജായിട്ട് മമ്മൂക്കല്ലേ? ശരിയാവും. പിന്നെ അതൊക്കെ നമ്മൾ ശരിയാക്കിയല്ലേ അത്. പിന്നെ പഴശ്ശിരാജയിലെ അടിപൊളി ഡയലോഗ് വേണു സാർ എങ്ങനെ പറയും? അതാണ് വിഷയം. ഇവൻ എപ്പോഴും ഭയ്യാ ബേല മടുത്തു, അതാ വിഷയം. അപ്പൊ ഒരു ഡയലോഗ് എങ്ങനെ പറയും? ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, പഴശ്ശിരാജയിലെ ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. വേണു സാർ എങ്ങനെ പറയുമെന്ന് പറയൂ സാറിന്റെ ഡയറക്ഷനിൽ. പഴശ്ശിരാജയിലെ തോക്കും മറ്റേ ഇതുമായിട്ട് വന്നിട്ട് എന്താണ് വാളുമായിട്ട് വന്നിട്ട് അവളെ ഞാൻ കൊല്ലും, അത് വേണു സാർ എങ്ങനെ പറയും? അവളെ ഞാൻ കൊല്ലും. അതെങ്ങനെ കറക്റ്റാണ് വിഷയം? അത് വിഷയമല്ല. അപ്പൊ പിന്നെ വേണു സാറിനെ എടുത്തിട്ട് അല്ലെങ്കിൽ തൃപ്പൂണിത്തറ ചേട്ടനുണ്ടായിരുന്നെ കൊണ്ടുവരായിരുന്നു. പക്ഷെ ശബ്ദകാമ്പി, പക്ഷെ പുള്ളി ആള് മരിച്ചു പോയില്ലേ? പുള്ളി അദ്ദേഹം പോയി. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് തീർത്ത് പറയും പുള്ളി കറക്റ്റാണത്. പക്ഷെ അതാ അവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ. സാറ് ഈ പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഈ ഒരുപാട് നടന്മാര് സാറിനെ വിളിച്ച് അഭിപ്രായം ചോദിക്കാറുണ്ട്. ഒരു സിനിമ വരുമ്പോ സാർ ഞാൻ ചെയ്താൽ ശരിയാകും, അതങ്ങനെ സാറ് സഹായിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ ഫസ്റ്റിൽ റിലീസ് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട് ദാസ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് അല്ല അവര് അഭിനയിച്ചു. കോട്ടയം കുഞ്ചൻ ഇറങ്ങിയില്ലേ? കോട്ടയം കുഞ്ചൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മമ്മു എന്നെ വിളിച്ച്. മമ്മൂട്ടി. ഞാൻ നമ്പർ ചെയ്തിട്ടില്ല ഫോണെ. ഇതുപോലെ മമ്മു ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് മമ്മു? അത് അറിയത്തില്ല. ഞാൻ പറഞ്ഞ ആളെ വ്യക്തമാക്കണം. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഫോണിൽ സംസാരിക്കേണ്ട നേരെയില്ല. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടന്നിട്ടിരിക്കുക, എഴുത്ത്. അപ്പൊ ദാസ പിന്നെ മമ്മൂട്ടിയാണ് കോട്ടയം കൊച്ചിന് ഇറങ്ങി എങ്ങനെയാണെന്ന് കണ്ടിട്ട് പറയാം. ഞാൻ പറഞ്ഞു മമ്മൂ സംഭവം ഓക്കേടാ. പിന്നെ കണ്ട്. കാരണം അതിനകത്ത് കൊണ്ട് ഈ ബാബു ആന്റണി ഈ പിന്നെ മികേലിന്റെ മോളെ കയറി പിടിക്കുന്ന സീനുണ്ട്. ഒന്നും വേണ്ട, ഒന്ന് ഉരുട്ടി പിടിക്കണ സീൻ മതിയല്ലേ? ആ പടം പോവും, പടം ഹിറ്റായി. പിന്നെ പോരായിട്ട് മമ്മൂട്ടിയുടെ വീഴ്ച അടിയും പിടി അതൊരു കറക്റ്റ് സിനിമയാണ്. കറക്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം പിന്നെ മമ്മൂട്ടി തീ മേടിക്കാൻ പോവുകയല്ലേ ഇവിടെ? പിന്നെ ഒരു വീഡിയോ ആയിട്ട് അടുക്കളക്കാരൻ തീരുണ്ട്. ആ സമയത്ത് ഒരു ചെറിയൊരു വരുന്നുണ്ട്, പക്ഷെ അത് സക്സസ് ആയിട്ട് കാണിക്കുന്നില്ല. വിഷമമുണ്ട്. കാരണം ആ വിറക് കൊള്ളി കൊടുക്കുന്നു, അവള് പേടിച്ച് മാറുന്നു, ചുണ്ട കത്തി പിടിച്ച് നാചാൻ പോയി. അങ്ങനെയല്ല, ആ വിറക് തട്ടിമറിച്ച് കളഞ്ഞ് അടുപ്പ് വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലൊക്കെ ഉരുട്ടി പിടിക്കുന്ന തീ മതിയായിരുന്നു. ഹിറ്റായാലും പടം 9 അപ്പൊ എന്തായാലും അത് കുഴപ്പമില്ല. എനിക്ക് ഇനി ചോദിക്കാനുള്ള സാറിന്റെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പറഞ്ഞു കേട്ടത് സാറ് ശരിക്കും പറഞ്ഞ നല്ലൊരു കവിയാണ്. ഒരു കവിത, ഒരുപാട് കവിതകൾ. പക്ഷെ സാറിന്റെ പേര് വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കവിത, ഒരു 4 വരി കവിത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിച്ചു. ഇത്രയും നേരം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന സാറിനെ പോലത്തെ ഒരാൾ വരുമ്പോൾ മിന്നും തരത്തിൽ വരുമ്പോൾ കവിത തീർച്ചയായും സാറിന്റെ പുതിയൊരു കവിത പുതിയല്ല, എന്റെ തന്നെ പഴയത് വേറെ കോപ്പി അടിച്ചിട്ട് ഞാൻ എടുത്തേ ഉള്ളൂ. സാറിന്റെ എന്റെ കവിത, ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എന്റെ കരളിൽ നീ എത്തുമ്പോഴോ മനിക്കാം. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എന്റെ കരളിൽ നീ എത്തുമ്പോൾ ഓമനിക്കാം. 4 വരിയായില്ലേ? സാറിന്റെ കവിത ഇത് അനിൽ പനച്ചൂരാൻ സാറ് എഴുതിയ കവിത. അത് പുള്ളിക്കാരൻ നമ്മുടെ എടുത്താണെന്നേ. എങ്ങനെ സാറിന്റെ അടുത്ത് എടുക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു കവിത എഴുതി വെക്കണം എഴുതിക്കോളെന്ന് പറഞ്ഞു എന്റെ കിടന്ന് വേളായിരുന്നു. അങ്ങനെ ഞാനാണ് ഈ സബ്ജക്റ്റ് കൊടുത്തത്. അപ്പൊ സാറിന്റെ പുതിയ സിനിമയുടെ കഥയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇന്റർവ്യൂല് നമുക്ക് ഒന്ന് ഇതാക്കാം. സാറിന്റെ പുതിയ ഏത് തരത്തിലുള്ള സിനിമയാണ് സാർ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പം സാറ് നൽകാൻ പോകുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു സബ്ജക്ട്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, എന്ന് തുടങ്ങും? അതൊക്കെ ഒന്ന് പ്രേക്ഷകരോട് ക്യാമറയിൽ നോക്കി പറയണം. തീർച്ചയായും. ഇപ്പൊ ഇറങ്ങുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഇതിനെ കുറിച്ച് സംസാരിച്ചതാണ്. ഈ പിന്നെ മദ്യപാനം, ഈ പിന്നെ പുകയില ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘം, അങ്ങനെയുള്ള സിനിമ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ വീട്, കുടുംബം, പശ്ചാത്തലം, ഒരാളെ നേർവഴിക്ക് നടക്കാനായിട്ട് എങ്ങനെ അതിന് പ്രചോദനം നൽകണം, പിന്നെ മറ്റൊരാളെ ചതിക്കുക, വഞ്ചിക്കുക, അങ്ങനെയുള്ള ആ പാഠമേ മാറ്റിയിട്ട് ഒരിടത്തും തെറ്റിലേക്ക് പോയെങ്കിൽ അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരു സന്ദേശം കൊടുക്കണം സിനിമയ്ക്ക് അവസാനം. അങ്ങനെ അക്കൂട്ടത്തിൽ തന്നെ ഒരു ബലാത്സംഗം കൂടെ ആഡ് ചെയ്താൽ കൊള്ളായിരുന്നു. സാറേ, ഇതൊന്നും ബലാത്സംഗം വിട്, ഞങ്ങള് അത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഓക്കെ, എന്താണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക സിനിമ വിശേഷങ്ങൾ, സാറിന്റെ വിശേഷങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് കാണുന്ന ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം, തീർച്ചയായും വരാം. സാർ അവസരം കൊടുക്കുമോ? തീർച്ചയായും. അതെങ്ങനെ സാറിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യണം? അത് കോൺടാക്ട് ചെയ്യാൻ പേരും കൊടുക്കില്ല, ഫോൺ നമ്പറും കൊടുക്കില്ല, പിന്നെ സാറിനെ എങ്ങനെയാണ് ഇവര് കോൺടാക്ട് ചെയ്യണം? ഇല്ല, ദാസൻ എന്നും പറഞ്ഞ് എഴുതി വിട്ടാൽ മതി. പേര് നമ്പർ 167. പേര് നമ്പർ മുഖം പഞ്ചായത്ത്, അവിടെ ഒന്ന് തിരക്കിയാൽ മതി. അപ്പൊ അവിടെ ഒന്ന് തിരക്കിയാ
സാറിന്റെ കാര്യങ്ങൾ അറിയാം. തീർച്ചയായും ഉറപ്പായിട്ടും. അപ്പൊ എന്താണെങ്കിലും സാറിന്റെ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സാറിന്റെ വരാൻ പോകുന്ന സിനിമയിൽ നമ്മളെ പോലുള്ള ചില തീർച്ചയായും ഒരവസരം തരുന്നതായിരിക്കും. പുതിയ ആൾക്കാർക്കൊക്കെ കൊടുക്കണമല്ലോ, നമ്മൾ ആഗ്രഹം കൊണ്ടല്ലേ സാർ നമ്മൾ വരുന്നത്. തീർച്ചയായും. അപ്പൊ തീർച്ചയായിട്ടും സാറിന്റെ ഒരു രണ്ടുപേരും കവിതയോട് കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ആലോചിക്കായിരുന്നു. 4 വരി ഞാൻ പാടി കഴിഞ്ഞു കുഴഞ്ഞിരിക്കും. ആ രണ്ടുപേരും കൂടെ അപ്പൊ 6 വരി ആവുമല്ലോ. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാ. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കരളിൽ നീ എത്തുമ്പോഴോ മനിക്കാം. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കരളിൽ നീ എത്തുമ്പോൾ ഓമനിക്കാം. ഇത് പാടിയ വരി തന്നെയല്ലേ സാറേ പാടണം. അപ്പൊ 6 വരി ആയില്ലേ? ആദ്യം പറഞ്ഞില്ലേ 4 വരി പാടാൻ. 4 വരി പാടി കഴിഞ്ഞപ്പോ ഇപ്പൊ പറഞ്ഞില്ലേ 2 വരി പാടാൻ. അപ്പൊ മൊത്തം 6 വരി ആയില്ലേ? 6 വരിയായി. അപ്പൊ എന്താണെങ്കിലും അങ്ങയുടെ പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? നല്ല പ്രോഗ്രാം കാണാറുണ്ടോ? തീർച്ചയായും കാണാറുണ്ട്. നമ്മൾ ഒരുപാട് അതിഥികളെ കൊണ്ടുവരാറുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളോട് വന്ന് പെർഫോം ചെയ്യാറുണ്ട്. തീർച്ചയായും സിനിമാ പ്രവർത്തകർ വരാറുണ്ട്, സാമൂഹിക പ്രവർത്തകർ വരാറുണ്ട്, ചെറിയ കലാകാരനും വലിയ കലാകാരനും, അങ്ങനെ എല്ലാവരും വന്നു പോകുന്ന ഒരു ഫ്ലോറാണ് നമ്മുടേത്. അപ്പൊ അത് സാറ് വന്നതിൽ ആദ്യമേ അങ്ങോട്ട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. അപ്പൊ അങ്ങേക്ക് എന്താണ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? അപ്പൊ എല്ലാവരും നമ്മുടെ പ്രോഗ്രാം കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്ന പുതിയ സിനിമയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയ്യനെയും എൻ്റെ സിനിമയിലേക്ക് ഞാൻ എടുക്കുകയാണ്. ഓ സന്തോഷം. അപ്പൊ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസറൊക്കെ ഇത് കേൾക്കണമെന്ന് തോന്നണം. അപ്പോൾ തീർച്ചയായിട്ടും സാറിന് വഴി സിനിമയിലേക്ക് ഒരു അല്ലേ തീർച്ചയായും എനിക്ക് തരുമോ? പിന്നെ തീർച്ചയായും പ്രചോദനമായിക്കോട്ടെ നമ്മുടെ ഈ കണ്ടുകൂട്ടലി. ഓ അയ്യോ, ഇത്രയും നല്ലൊരു മനസ്സുള്ള ഒരു സംവിധായകൻ. സാറ് സംവിധാനം കഥയാണ്, ഞാൻ എല്ലാം ചെയ്യും. അല്ല, ഈ ഇറങ്ങാൻ പോണ സിനിമയുടെ എല്ലാം സാറ് തന്നെയാണ് എല്ലാം ചെയ്യും. പോസ്റ്റർ വരെ സാർ. പിന്നെ പോസ്റ്റർ വേറെ ആരും വരത്തില്ലെന്നേ, അതന്നെ ആർക്കും താല്പര്യമില്ല സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. അപ്പൊ പിന്നെ എങ്ങനെയാണ് സിനിമ ഇറങ്ങണം? അതെങ്ങനെയെങ്കിലും ഇറക്കും നമ്മൾ, ഇറങ്ങിക്കോളും. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിപ്പോ ഇത് അവസരം തരാന്ന് പറഞ്ഞല്ലോ. തീർച്ചയായും സാറിന്റെ പടത്തിൽ എത്ര ബലാത്സംഗം ഉണ്ടാവും? 4 എണ്ണമെങ്കിലും കുറഞ്ഞുണ്ടാവും. ഉണ്ടാവില്ല, കുറേ എനിക്ക് വരും. തീർച്ചയായും 3 എണ്ണം ഞാൻ എടുക്കും. ഓക്കെ. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട സാറിന്റെ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരെയാണ്. അങ്ങയുടെ സിനിമ 100 ദിവസം അല്ല തേക്കിട്ട് 1000 ദിവസം ഓടട്ടെ, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവളാവട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലുള്ള ഒരു ബഹുമുഖ പ്രതിഭയുമായിട്ട് നമ്മൾ വീണ്ടും എത്തിച്ചേരും. അതുവരേക്കും വിടാം. നിങ്ങൾ സ്വന്തം വിനീത് വിജയ്.